വെറ്റിലയോടൊപ്പം ചേർത്ത് മുറുക്കി തുപ്പുന്ന ചുണ്ണാമ്പ് ഉപയോഗിച്ച് ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെയൊക്കെ വീട് മുഴുവൻ ക്ലീനാക്കാനും മുതൽ വെള്ള തുണികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിമൺ കളയാന്, തലവേദനയ്ക്ക്, ഗ്യാസ് ട്രബിളിന്, കാൽസ്യത്തിന്റെ കുറവ് മാറ്റാനായിട്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ചുണ്ണാമ്പ് ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറേ ടിപ്പുകളാണ് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഓരോ ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ചുണ്ണാമ്പ്, 1/4 ടേബിൾ സ്പൂൺ പോലും എടുക്കുന്നില്ല കേട്ടോ. അതിലും താഴെയാണ് ഒരു പിഞ്ചോളം ചുണ്ണാമ്പ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന നെയ്യ് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ല പോലെ സമയമെടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ചുണ്ണാമ്പിലേക്ക് നെയ്യ് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്നാലും നല്ലതുപോലെ നമ്മൾ കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, തലവേദനയുള്ള സമയത്ത് നിങ്ങളൊന്ന് തേച്ച് നോക്കൂ. പെട്ടെന്ന് തന്നെ തലവേദന വിട്ടുമാറും. നമ്മുടെ സ്കിന്നിലേക്ക് തേക്കുമ്പോൾ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചുണ്ണാമ്പിനോടൊപ്പം കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നത്. ചുണ്ണാമ്പ് നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ നെയ്യ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തലവേദനയുള്ള സമയത്ത് ലൈറ്റായിട്ട് മതി കേട്ടോ. വളരെ ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ തലവേദന പമ്പ കടക്കും. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണിലും താഴെ ചുണ്ണാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും എടുക്കരുത്, വളരെ കുറച്ച് മാത്രമേ ഞാൻ പറയുന്ന ടിപ്പുകൾക്കൊക്കെ ഉപയോഗിക്കാവൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആ ചുണ്ണാമ്പ് വെള്ളത്തിൽ നല്ലപോലെ അലിഞ്ഞു കിട്ടണം കേട്ടോ. ആ ഒരു സമയം വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു ദിവസം മാറ്റി വെക്കാം. ഒരു 7-8 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ ചുണ്ണാമ്പിന്റെ ആ ഒരു മട്ടിയൊക്കെ അടിയിൽ അടിഞ്ഞിട്ട് വെള്ളം നല്ലപോലെ മേലിൽ തെളിഞ്ഞു കിട്ടും കേട്ടോ. ഈ ഒരു വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം മാത്രം മതി കേട്ടോ. നമുക്ക് ആ ഒരു മട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തെളിഞ്ഞ് കിട്ടിയിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഇത് നമുക്കൊരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുത വെള്ളമാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കി വെക്കണം. ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനൊരു ഗ്ലാസിന്റെ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഗ്യാസിന്റെ പ്രോബ്ലം, വയറ് പെരുപ്പ്, അല്ലെങ്കിൽ പുളിച്ച് തികട്ടി വരിക, അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെയുള്ള സമയത്ത് ഇതുപോലെ ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ നല്ലപോലെ തിളപ്പിച്ച് ആറ്റിയെടുത്ത പാലാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചുണ്ണാമ്പിന്റെ വെള്ളം ഉണ്ടല്ലോ, അത് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കും. എത്ര വലിയ അസിഡിറ്റി ആയാലും അല്ലെങ്കിൽ ഗ്യാസിന്റെ ഒക്കെ പ്രോബ്ലം ആയാലും പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഇത് പണ്ട് കാലം മുതലേ ചെയ്യുന്ന ഒരു സൂത്രമാണ്. അടിക്കടിക്കൊക്കെ ഗ്യാസിന്റെ പ്രോബ്ലം വരുന്നവർ ഇതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. പണ്ടൊക്കെ ഉള്ളവർ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറ്റിലയിൽ ഇതുപോലെ കുറച്ച് ചുണ്ണാമ്പൊക്കെ തേച്ച് മുറുക്കുന്നതിന്റെ രഹസ്യവും ഇത് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ദഹനം നടക്കാനും അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയായിരുന്നു അവരങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഹെൽത്ത് ടിപ്പ് കാണിച്ചു തരാം. പെട്ടെന്ന് നമ്മുടെ കൈയൊന്ന് മുറിയുക, അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഉണങ്ങാത്തൊരു മുറിവുണ്ട്, അതിൽ നിന്ന് പഴുപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഈ ഒരു വെള്ളം കൊണ്ട് ആ മുറിവ് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങാൻ തുടങ്ങും. മാത്രമല്ല എത്ര പഴുപ്പുള്ള മുറിവാണെങ്കിലും പഴുപ്പൊക്കെ ഉൾവലിഞ്ഞിട്ട് ആ ഒരു മുറിവ് ഊറിക്കൂടാനായിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കൊതുക് കടിച്ച് അലർജിയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു വെള്ളം കുറച്ച് കോട്ടണിൽ മുക്കിയിട്ട് ആ കൊതുകൊക്കെ കടിച്ച് തടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു അലർജിയൊക്കെ മാറി നമ്മുടെ സ്കിന്ന് നോർമലായിട്ട് വരുന്നത് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മാജിക്കൽ വാട്ടർ ആണെന്ന്. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ചുണ്ണാമ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നതെല്ലാം ക്ലീനിങ് ടിപ്പാണ്, അതുകൊണ്ട് തന്നെ ചുണ്ണാമ്പ് കുറച്ച് കൂടുതൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു വെള്ളത്തിൽ ചുണ്ണാമ്പ് നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നല്ലപോലെ ആ തെളിഞ്ഞ് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റണം. നമ്മുടെ ക്ലീനിങ് ടിപ്പ് ചെയ്യാനായിട്ട് തെളിവെള്ളം മാത്രം മതി കേട്ടോ. അടിയിലുള്ള മട്ടിയൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വീട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പം തറ തുടയ്ക്കുന്ന ഏത് ലോഷനാണോ ഉപയോഗിക്കുന്നത് അത്
കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചുണ്ണാമ്പ് വെള്ളം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തറ തുടയ്ക്കുവാണെങ്കിൽ നമ്മുടെ തറ നല്ല പോലെ തിളക്കമുള്ളതായിട്ട് കിട്ടും കേട്ടോ. മാത്രമല്ല വീട്ടിൽ പ്രായമായവരോ കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മൂത്രമൊക്കെ ഫ്ലോറിൽ വീണ് അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ വീണ് സ്മെല്ലൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ കുറച്ച് ചുണ്ണാമ്പ് വെള്ളം മിക്സ് ചെയ്തിട്ട് തറയൊക്കെ ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. ബെഡിലൊക്കെ മൂത്രമാകുന്ന സമയത്തും ചുണ്ണാമ്പ് വെള്ളത്തിൽ കുറച്ച് തുണിയൊന്ന് മുക്കിയെടുത്തിട്ട് തുടയ്ക്കുവാണെങ്കിലും പെട്ടെന്ന് ആ സ്മെല്ല് മാറിക്കിട്ടും കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ള തോർത്തുമുണ്ടുകളിൽ അല്ലെങ്കിൽ നമ്മൾ വെള്ള കളറുള്ള ഡ്രസ്സൊക്കെ പെട്ടെന്ന് അഴുക്കാവും. മാത്രമല്ല കരിമൻ കുത്തും. കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും വെള്ള കളറൊക്കെ മങ്ങിയിട്ട് ചെറുതായിട്ടൊരു മഞ്ഞ ഷെയ്ഡൊക്കെ വരാൻ തുടങ്ങും അല്ലേ. ഇനി നിങ്ങൾ വെള്ള കളറുള്ള തോർത്തുമുണ്ടായാലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ യൂണിഫോം ആയാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് കഴുകുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് നല്ല തൂവെള്ള പോലെ ഉപയോഗിക്കാനായിട്ട് കഴിയും. പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചുണ്ണാമ്പ് വെള്ളം ഉണ്ടല്ലോ അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ള കളറിലുള്ള ഡ്രസ്സുകൾ ഇതിൽ മുക്കി വെച്ച് ചെറുതായിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും തിളപ്പിച്ചെടുക്കണ്ട. അതിനുശേഷം 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്ത് ഉണക്കി ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ള കളറിലുള്ള ഡ്രസ്സുകൾ എത്ര കാലം കഴിഞ്ഞാലും തൂവെള്ളയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ തോർത്തുമുണ്ടുകളിലൊന്നും ഒരിക്കലും കരിമൺ കുത്തില്ല. മഞ്ഞ കളറിലുള്ള ആ ഒരു ഷെയ്ഡൊന്നും വരത്തില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെള്ള കളറിലെ തുണികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്യാനായിട്ട് മറക്കരുത്. അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ആ ഒരു തോർത്തുമുണ്ടിൻ്റെ കളർ എത്രത്തോളം മാറിക്കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനും അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് 2-3 ചിരട്ട കത്തിച്ച് അതിൻ്റെ കരി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ കത്തി വരുന്ന ചിരട്ട ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഇതുപോലെ കരി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മിക്സിയുടെ ജാറിന് മൂർച്ചയില്ല, ബ്ലേഡൊക്കെ ഷാർപ്പല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചിരട്ടക്കരി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂർച്ച കിട്ടും. ഇതും ഒരു ടിപ്പാണ് കേട്ടോ. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മുടിയൊക്കെ ഡൈ ചെയ്യാനായിട്ട് ഈ ഒരു പൊടി ഉത്തമമാണ് കേട്ടോ. ഈ പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ഡൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ വേറെ ടിപ്പുകളാണ് ഇത് വെച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് കുറച്ച് കരി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ചുണ്ണാമ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ പല്ല് തേക്കുവാണെങ്കിൽ നല്ല തൂവെള്ള പോലുള്ള പല്ല് കിട്ടും. മാത്രമല്ല പല്ലിന് നല്ല ബലമുണ്ടാവും കേട്ടോ. പണ്ടൊക്കെ ഉള്ളവർ ഇതുപോലെ കരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല്ല് തേച്ചിരുന്നത്. ഇപ്പോഴാണല്ലോ നമ്മൾ പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നത്. എത്ര വില കൂടിയ പേസ്റ്റിനേക്കായും വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസൊക്കെ. അടുത്തത് ക്ലീനിങ് ടിപ്പാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിരട്ടക്കരി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം ചുണ്ണാമ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അലിഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് ഏകദേശം ഒരു 2-3 സ്പൂണോളം വെള്ളം മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സിന് താഴെ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു ലായനി പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലായനി ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. അതായത് ബോർവെല്ലൊക്കെ ഉപയോഗിക്കുന്നവരുടെ ടാപ്പ് ഉണ്ടാകുന്ന ഉപ്പിൻ്റെയൊക്കെ കറ മാറാൻ അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ കറ മാറാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ, കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് മാത്രം മതി. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സ്റ്റീലിൻ്റെയൊക്കെ കിച്ചൺ സിങ്കുകൾ കുറേ കാലം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം അതിൻ്റെ നിറമൊക്കെ ഒന്ന് മങ്ങി തുടങ്ങും അല്ലേ. ആ സമയത്ത് ഇതുപോലെ തയ്യാറാക്കിയെടുത്ത ലായനി ഒരു സ്പോഞ്ചിൽ മുക്കി നല്ല പോലെ ഒന്ന് ഉരച്ച് കഴുകി നോക്കൂ. പുത്തനായിട്ട് നമ്മൾ പുതിയ സിങ്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ കിട്ടും. മാത്രമല്ല പെട്ടെന്ന് കറയൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇപ്പോൾ സ്റ്റീലിൻ്റെയൊക്കെ കിച്ചൺ സിങ്ക് ആണെങ്കിൽ തുരുമ്പിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതൊക്കെ മാറാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ടൊന്ന് കഴുകിയാൽ മതി. ഇതേ കണ്ടില്ലേ എത്ര നീറ്റായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ടാപ്പിലൊക്കെയുള്ള ഉപ്പിൻ്റെ കറ മാറാനും ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ. അതുപോലെ തന്നെ ടൈലിലുള്ള കറയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് കഴുകിയാൽ മതി. നല്ല പോലെ കണ്ണാടി പോലെ തിളങ്ങി കിട്ടും. എല്ലാം ക്ലീനിങ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ബാത്റൂമിൻ്റെ ടൈലുകൾ, ടാപ്പുകൾ, കിച്ചൺ സിങ്കുകൾ, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്.
ഇതേ കണ്ടില്ലേ, ആദ്യം കാണിച്ചപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് അത്യാവശ്യം നിറമൊക്കെ മങ്ങി അഴുക്ക് പിടിച്ചിട്ടിരിക്കുമായിരുന്നു. ഇപ്പം നല്ല കണ്ണാടി പോലെ പുതിയതുപോലെ ഇരിക്കുന്നില്ലേ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ടൈൽസുകൾ, ടാപ്പുകൾ, അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ബാത്റൂമിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ ഉപ്പുകറയൊക്കെ പിടിച്ച് അഴുക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ എത്ര കഴുകിയാലും നല്ലപോലെ ക്ലീൻ ആയി കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബക്കറ്റുകൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, മഞ്ഞക്കറയൊക്കെ പിടിച്ച് ഉപ്പുകറയൊക്കെ ആയിട്ടിരിക്കുന്ന ബക്കറ്റുകളാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ചിരട്ടക്കരിയുടെയും ചുണ്ണാമ്പിൻ്റെയും ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അതൊഴിച്ച് നല്ലപോലെ ഒന്ന് തേച്ചൊരച്ച് കഴുകി നോക്കും. പുതിയ ബക്കറ്റ് പോലെ കിട്ടും കേട്ടോ. എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ബക്കറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കഴുകുന്ന സമയത്തുള്ള ബക്കറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഇനി കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ബക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിയ ബക്കറ്റ് പോലെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചത് ചുണ്ണാമ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ്. ഇതിലേറെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചുണ്ണാമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ കേട്ടോ. അതൊക്കെ ഇനി വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.